ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ പോഡ്കാസ്റ്റുമായിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ ഈയിടെ നമ്മുടെ ഫെജോന്റെ ഒരു പാട്ട് ഇറങ്ങിയിരുന്നു, അടുത്തിട്ട് സൈഫർ. സോ ഇന്ന് എൻ്റെ കൂടെ ഉള്ള അന്നത്തെ രണ്ട് മെയിൻ റാപ്പേഴ്സ് ആണ് ഇബ്നു ആൻഡ് തമ്പുരാൻ. സോ ഇനിയിപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ, റാപ്പ് കൾച്ചർ ആൻഡ് റാപ്പ് സീനെ കുറിച്ച് അവരോട് തന്നെ ചോദിച്ചറിയാം. സോ ഇത് തമ്പുരാൻ, ആദ്യത്തെ വിഷയം നിന്നോടാ. സോ ഇപ്പം ബ്രോന്റെ ഇതാരായിരുന്നു ഒരു ഇൻസ്പിറേഷൻ റാപ്പിലേക്ക് വരാനായിട്ട്? സത്യം പറഞ്ഞാൽ ഞാൻ അത് പറയുകയാണെങ്കിൽ ഞാൻ എങ്ങനെ റാപ്പിലേക്ക് വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊരു വലിയ കഥയായിരിക്കും. ബിക്കോസ് ഞാൻ ഡൽഹിയിലേക്ക് വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഡൽഹിയിലേക്ക് വന്നപ്പോഴാണ് റാപ്പ് എന്നുള്ളൊരു പേര് ഞാൻ കേട്ടു തുടങ്ങിയത്. അതിനു മുമ്പ് പാട്ട് കേട്ടാൽ അത് റാപ്പാണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഹിന്ദി റാപ്പാണ് ആദ്യം കേട്ടത്. പിന്നീടാണ് ഞാൻ മലയാളത്തിൽ ഇങ്ങനെ ഫെജോൻ്റെ ആണ് ആദ്യത്തെ റാപ്പ് കേൾക്കുന്നത്. ഫെജോ ചേട്ടൻ്റെ ആണ്. ഫെജോ എന്നുള്ളൊരു നെയിമാണ് ആദ്യം കേൾക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് അപ്പോഴൊന്നും എനിക്ക് റാപ്പ് എഴുതണം തോന്നിയിട്ടില്ല. ബട്ട് പിന്നീട് എങ്ങനെയോ ഞാൻ ചങ്കരൻ എന്നുള്ള നൊമാഡിക് വോയിസിൻ്റെ ഒരു ട്രാക്ക് കേട്ടു. ആ ട്രാക്ക് കേട്ട് അതില്ലാത്തൊരു സ്പീഡ് പോർഷൻ വന്നപ്പോൾ എനിക്കത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാൻ പണ്ടോട്ടെ കവിത എഴുതുമായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് വെച്ച് ഞാൻ ഒരു ദിവസം ഇങ്ങനെ കവിത എഴുതി എന്നിട്ട് അത് റാപ്പ് പോലെ ഒന്ന് പാടി നോക്കി. അപ്പോൾ അത് ടീച്ചേഴ്സിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഫ്രണ്ട്സിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അന്ന് തൊട്ട് എഴുതാൻ തുടങ്ങി. ഇപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നു. ഇപ്പോൾ നൊമാഡിക് വോയിസിൻ്റെ ചങ്കരൻ എന്നുള്ള ട്രാക്കാണ്. ഇതെല്ലാം നടന്ന ലോക്ക്ഡൗൺ സമയത്തല്ലായിരുന്നോ? റാപ്പ് അല്ലല്ല, എഴുതി തുടങ്ങിയത് ഞാനൊരു 9th കഴിഞ്ഞ് 10th ഒരു ഹാഫ് ഒക്കെ ആയപ്പോഴാണ് തുടങ്ങിയത്. ഓക്കെ 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 അതല്ല, ഇപ്പം ഫസ്റ്റ് സോങ് ഒക്കെ അതെ ലോക്ക്ഡൗണിലാണ് എല്ലാം നടന്നത് കൂടുതലും. ഓക്കെ ഓക്കെ സോ ഇപ്പം സ്കൂളൊക്കെ തുടങ്ങിയപ്പോൾ എങ്ങനെ പിള്ളേരൊക്കെ? സ്കൂളിൽ തുടങ്ങിയപ്പോൾ ഫ്രണ്ട്സ് വിചാരിച്ചതിനേക്കാളൊക്കെ ഒരുപാട് മേലെയാണ്, ഞാൻ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് മേലെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഫ്രണ്ട്സിനൊക്കെ നേരത്തെ കളിയാക്കി പോയവരൊക്കെ ഇപ്പോൾ തമ്പുരാനെ എന്നൊക്കെ വിളിച്ച് ആ ഒരു വൈബ് മാറി. ഇപ്പോൾ ഇപ്പൊ എന്താ സ്കൂളിൽ വിളിക്കുന്നത്? തമ്പുരാനോ അത് അഭിഷേക്? തമ്പുരാൻ എന്നാണ് ഇപ്പോൾ കൂടുതൽ, അതൊരു ആക്കിയ വിളിയാണ്. അപ്പൊ ടീച്ചേഴ്സിനൊക്കെ എന്തായിരുന്നു റെസ്പോൺസ്? ടീച്ചേഴ്സിന് അധികം ആർക്കും അറിയില്ല. എൻ്റെ ക്ലാസ് ടീച്ചറിന് മാത്രം അറിയാം. പുള്ളിക്കാരി പറഞ്ഞു എന്തോ പുള്ളിക്കാരി പഠിപ്പിക്കുന്ന സബ്ജക്റ്റിനെ വെച്ച് റാപ്പ് ചെയ്യാൻ പറഞ്ഞു. അത് ഇതുവരെ ചെയ്തെടുത്തില്ല. അത് ഇവിടൊക്കെയുള്ളത് തീർക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പം ബ്രോന്ന് എങ്ങനെയായിരുന്നു അപ്രോച്ച് കിട്ടിയത്? എന്നെ ലിജോ ചേട്ടൻ എന്നെ വിളിക്കുമായിരുന്നു, ഫെജോ ചേട്ടൻ്റെ ഫ്രണ്ട്. അപ്പോൾ വിളിച്ചിട്ട് ഇങ്ങനെ ആദ്യം മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ബ്രോ ഇങ്ങനെ ഒരു ട്രാക്ക് ഉണ്ട്, ഒരു സൈഫർ പോലെ താല്പര്യം ഉണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു പിന്നെ താല്പര്യം ഉണ്ടോയെന്ന്, അതെന്ത് ചോദ്യമാണ്, ചെയ്തേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് ഞാൻ നമ്പർ കൊടുത്തു, എന്നെ വിളിച്ചു. അപ്പോഴാണ് അറിയണത് കൂടെ 4 ആർട്ടിസ്റ്റ് ഉണ്ട്. അതിനകത്ത് ഞാൻ ഈ ഇബ്നുവിനെ എനിക്ക് അറിയായിരുന്നു. ഇതിനകത്ത് പാടിയ എല്ലാവരെയും എനിക്കറിയാം. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും വലിയൊരു വർക്കായിരിക്കും, മീൻസ് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഇവരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. പിന്നെ ഇവരോട് സംസാരിച്ച് തുടങ്ങി. അങ്ങനെ പിന്നെ കൂളായി. പിന്നെ ലിറിക് വർക്ക് കിട്ടി, അതെല്ലാം എഴുതി അങ്ങനെ സെറ്റ് ആവുമായിരുന്നു. ഓക്കെ 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 നൈസ്. അപ്പം ഇനി എങ്ങനെയാ അപ്പം മുന്നോട്ടൊക്കെ എങ്ങനെയാ? ഞാനോ? ഇപ്പം ബ്രോ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമുക്ക് നാട്ടിൽ കുറേ റാപ്പേഴ്സ് ഉണ്ട്, നമുക്ക് ആ പരിചയമില്ലാത്ത. സോ ഇപ്പം ഒരു 0 ബഡ്ജറ്റിൽ എന്തെങ്കിലും ചെയ്യാൻ പോസിബിൾ ആയിരിക്കും ഒരു ബിഗിനറിന്? ആ ക്വസ്റ്റ്യൻ ആരോടാണ്? ബ്രോനോടാ. 0 ബഡ്ജറ്റിൽ ചെയ്യുന്നതിൽ കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും. ഞാനാണെങ്കിൽ എൻ്റെ ട്രാക്ക് ആണെങ്കിലും ഫോണിലൊക്കെ ആയിരുന്നു ആദ്യം ചെയ്തത്. അതാണ് ഞാൻ എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തൊരു ട്രാക്ക്. ഒരു മീൻസ് ഒരു അത്യാവശ്യം മെയിൻ സ്ട്രീമിലുള്ള എല്ലാവരും അത് ഷെയർ ചെയ്തായിരുന്നു ഒരു വട്ടം. ആ ഒരു ട്രാക്കോടാണ് കുറച്ച് എനിക്ക് ഇനിയും ചെയ്യാം, ഇനിയും ഇതുപോലെ ഫോണിൽ വീഡിയോ എടുത്ത് ചെയ്യാമെന്ന് ഒരു തോന്നൽ വന്നേ. ആ സമയത്ത് തന്നെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഈ ട്രാക്കൊന്നും ഇങ്ങനെ ഫോണിൽ റെക്കോർഡ് ചെയ്യേണ്ട, പറഞ്ഞാൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു വന്നപ്പോഴായിരുന്നു അങ്ങനെ എടുത്തത്. അപ്പോൾ ഞാൻ പറയുന്നത് ഫോണിലാണെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ വന്നോളൂ. കൂടെ തന്നെ നമുക്ക് വേണ്ടതല്ല, ഒന്ന് ചെയ്യാൻ തുടങ്ങുക, അത്രയേ ഉള്ളൂ. Does flow and tone really matter in rap scene, തമ്പുരാൻ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അത് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫ്ലോ, അതായത് ജസ്റ്റ് ഒന്ന് ചുമ്മാ എന്തെങ്കിലുമൊക്കെ പാടിക്കഴിഞ്ഞാലും ഒരു കേൾക്കാനൊരു രസം കാണില്ല. അതേസമയം എഴുതുന്ന ലിറിക്സിൽ തന്നെ നമ്മൾ റിപ്പീറ്റ് അടിച്ചത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും അതിനകത്ത് എന്ത് തെറ്റുണ്ടെന്ന്.
നമ്മൾ തന്നെ കറക്റ്റ് അത് ചേഞ്ച് ചെയ്യും. അപ്പോൾ കറക്റ്റ് ബാർ നമ്മുടെ ആ ബീറ്റിൻ്റെ ഓരോ കിക്കിനനുസരിച്ച് നമ്മൾക്ക് വേർഡ് ഇടാൻ പറ്റും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ മെയിൻ കാര്യം, ഞാൻ എപ്പോഴും എല്ലാവരും പറയുന്നത് എൻ്റെ മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസാണ്. ഞാൻ ഒരു ട്രാക്ക് തന്നെ ആണെങ്കിൽ ഒരു 4 ലൈൻസ് ആണെങ്കിലും അത് ഒരു ദിവസം മുഴുവൻ പാടിക്കൊണ്ട് നടക്കും. അപ്പോൾ പിന്നെ ആ ബ്രീത്തിങ്ങിൻ്റെ എല്ലാ സീനും മാറി കിട്ടും. ഓക്കെ ഓക്കെ. അപ്പം ബ്രോ ഇതെങ്ങനെയാ, ഇതൊന്നും വല്ല മെന്റലി എക്സസൈസ് വല്ലതും വേണം? ഇപ്പം റാപ്പ് നമ്മൾ എന്തെങ്കിലും ഇപ്പം ഇതേപോലെ പഠിക്കാനായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? മെയിനായിട്ട് ഇതിൽ വേണ്ടത് ലിറിക്കൽ പവർ വേണം. ലിറിക്സ് നമ്മൾ എന്താണ് നമ്മുടെ ഉള്ളിലുള്ളത് അത് നമ്മുടെ എതിര് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതണം. ബട്ട് എൻ്റെ കുറച്ച് ഡീപ്പായിരുന്നു. ഞാൻ ആദ്യമൊക്കെ എഴുതി തുടങ്ങിയതും ഭയങ്കര ഡീപ്പാണെന്നും മനസ്സിലാവില്ലായിരുന്നു. പിന്നീട് ഒരു കുറേ ആൾക്കാരോട് ഞാൻ സജഷൻ ചോദിച്ചാണ് ഇത്ര എത്തിയത്. അപ്പോൾ എത്രത്തോളം നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് അറിവ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മാക്സിമം നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോഴേ തെറ്റുകൾ മനസ്സിലാവുള്ളൂ. സോ തമ്പുരാനെ, ഈസ് റാപ്പ് കൾച്ചർ ഓൾ അബൌട്ട് ഫാൻസി ഡ്രസ് ആൻഡ് ഗോൾഡ് ചെയിൻ? കാരണം ഇപ്പം നമ്മൾ നോർത്ത് സൈഡിലെ റാപ്പ് സീനൊക്കെ നോക്കുവാണ്, അല്ല റാപ്പ് ആർട്ടിസ്റ്റിനൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറെ പേര് കാണാം. ഗോൾഡ് ചെയിൻ, പിന്നെ അവരുടെ ഫാൻസി ഡ്രസ്, ബിഗ് ഷൂസ് ആൻഡ് ഓൾ ദാറ്റ്. സോ ബ്രോ എന്താ വിചാരിക്കുന്നത്, ഇപ്പോൾ ഒരാൾ റാപ്പർ ആവാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? സത്യം പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഡിവൈനൊക്കെ. ഡിവൈൻ്റെ ഇക്കേൻ്റെയും ഒരു സോങ് ഉണ്ട്, ലെവൽ അപ്പ്. അതിനകത്ത് സെയിം ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ അതിനകത്ത് ഒരു വേഴ്സിലുണ്ട്. അതിനകത്ത് കുറേ കട്ടിയുള്ള ചെയിനും ടോപ്പി ഉൾട്ടി ആക്കി വെച്ചിട്ട് കാര്യമില്ല, ലിറിക്കൽ പവർ വേണം. സത്യം അതെനിക്കും പറയുള്ളൂ. ഞാൻ ആർക്കും സജഷൻ കൊടുക്കാൻ വലിയ ആളൊന്നുമല്ല, ഞാനും ബിഗിനറാണ്. ബട്ട് സ്റ്റിൽ ആ പാട്ടൊക്കെ കേട്ട് ഞാൻ റാപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഈ ചോദ്യം കേട്ടപ്പോഴും അതാണ് തോന്നിയത്. വേണ്ടത് ലുക്കിലല്ല, വർക്കിലാണ് കാര്യം. ലുക്കിലൊന്നും ഒരു കാര്യമില്ല, എഴുതുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ട്, അത് മാത്രമേ ഉള്ളൂ റാപ്പറിനെ റാപ്പർ ആക്കുന്നത്, അല്ലാതെ അപ്പിയറൻസിലൊന്നും ഒരു ഇതില്ല. ഓക്കെ 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 ഓക്കെ. സോ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇബ്നു എന്നാണ്. ഇപ്പം ബ്രോ, ഇപ്പം നമ്മൾ റാപ്പ് ചെയ്യുമ്പം നമ്മുടെ സ്പീച്ചിന്റെ ഫ്രീഡം എഫക്റ്റ് ആവുന്നുണ്ടോ എവിടെയെങ്കിലും? സ്പീച്ച് ആൻഡ് ഫ്രീഡം. കാരണം നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കാരണം ചിലപ്പം ചില ലിറിക്സ് ചിലപ്പം മിസ്അണ്ടർസ്റ്റുഡ് ആയിന്ന് വരും. അത് ആക്ച്വലി റാപ്പ് കൾച്ചറിൽ ഉള്ള ഒരു പരിപാടിയാണ്. മീൻസ് നമുക്ക് ആക്ച്വലി റാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു വിമർശിക്കാൻ വേണ്ടി നമ്മൾ റാപ്പിനെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഇത് ചിലപ്പോൾ നമ്മുടെ ഇമോഷൻസിന്റെ പുറത്ത് വരുന്ന വാക്കുകളായിരിക്കും നമ്മൾ അതേപടി എഴുതുന്നത്. കാരണം നമ്മൾ ഒരിക്കലും അത് ഓൾട്രേഷൻ ചെയ്ത്, ഇപ്പം നമ്മുടെ മനസ്സിൽ നിന്ന് വന്നൊരു വരി പിന്നെ അത് ഓൾട്രേഷൻ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പോയറ്റോ അല്ലെങ്കിൽ ഒരു എഴുതണ ആൾക്കെന്ന നിലയ്ക്ക് അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ എനിക്ക് എൻ്റെ 2-3 ട്രാക്കിൽ ഞാൻ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ കഴിയണതും നമ്മൾ എഴുതുമ്പോൾ അങ്ങനത്തെ എക്സ്പ്ലിസിറ്റ് വേർഡ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിച്ചാലും വരും. കാരണം നമ്മുടെ നാടിനെ പറ്റിയൊക്കെ എഴുതുമ്പോൾ അറിയാമല്ലോ നമ്മുടെ നാടിൻ്റെ അവസ്ഥ. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി എഴുതുമ്പോൾ വരുമല്ലോ അങ്ങനത്തെ വാക്കുകൾ. മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും. യൂട്യൂബിലൊക്കെ നമ്മൾ ബാൻ കിട്ടാത്ത രീതിയിൽ ട്രാക്സ് ചെയ്തിടാം. സോ ബ്രോ, വൺ മോർ ക്വസ്റ്റ്യൻ. ഈസ് ദിസ് എ പാർട്ട് ഓഫ് റാപ്പ് കൾച്ചർ? നമ്മളിപ്പോ ഒരു ആള് ഡിസ് ചെയ്യുന്ന അതൊരു റാപ്പിന്റെ കൾച്ചർ ആണോ? ഡിസ്സോ തീർച്ചയായും ഡിസ് ചെയ്യും. ബീഫ് അങ്ങനത്തെ പരിപാടികളൊക്കെ റാപ്പിൽ ഓൾറെഡി ആ ഒരു കൾച്ചറുടെ ഭാഗമാണ്. പക്ഷെ അത് റാപ്പ് ബാറ്റിൽ റാപ്പിൽ തന്നെ ഒതുങ്ങണം. പേഴ്സണലി പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോ കോപ്സ് തമ്പുരാനെ ഡിസ് ചെയ്തു അങ്ങനെ ഉണ്ടാവില്ല. എന്നാലും ഞാൻ പറഞ്ഞത് കോപ്സ് ഇപ്പൊ തമ്പുരാനെ ഡിസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്സും തമ്പുരാനും തമ്മിൽ അവിടെ പ്രശ്നമുള്ളൂ. ഈ ഇബ്നുവിനും ഈ അഭിഷേക് പറയണ മച്ചാനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അത് റാപ്പ് കൾച്ചർ ആ ഒരു ആർട്ടിന്റെ ഭാഗമാണ്. സോ ബ്രോ, ഇബ്നു ആൻഡ് കോപ്സ് ഇത് രണ്ടും വേറെ വേറെ ആളാണോ അതോ ഒറ്റ ഒരാളാണോ? ലൈക്ക് ഞാൻ അത് അങ്ങനെ ഒറ്റൊരാളാണ്, ഇത് രണ്ടും ഞാനാണ്. പക്ഷെ അറിയാം. അല്ല, ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ഇൻ പേഴ്സണൽ ലൈഫ് ഇബ്നു വേറെ ഒരാള്, പിന്നെ റാപ്പിലേക്ക് വരുമ്പോ വേറെ ഒരു ക്യാരക്ടറായി മാറുവാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലല്ല, അത് നിങ്ങൾക്ക് എൻ്റെ പാട്ട് കേൾക്കുമ്പോഴും അറിയാം. ഞാൻ എൻ്റെതായ ഒരു ശൈലിയിൽ പാട്ട് എഴുതുമ്പോൾ അങ്ങനെ കൂടുതലും ഞാൻ എൻ്റെതായിട്ട് തന്നെ പറയാറുള്ളത്. പിന്നെ ഞാൻ പറയണത്
എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒപ്പീനിയൻസ് ആണ്. എൻ്റെ വരികൾ പറയണത് ഞാൻ വേറെ ഒന്നും സൃഷ്ടിക്കണമെന്നല്ല, എനിക്ക് പറയാനുള്ളത് തന്നെയാണ് എൻ്റെ റാപ്പിൻ്റെ വരികൾ. അപ്പം ഞാൻ തന്നെയാണ് റാപ്പ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. തമ്പുരാൻ ബ്രോനെ ആരെങ്കിലും ഡിസ് ചെയ്ത എന്തായിരിക്കും ഒരു റിയാക്ഷൻ? തിരിച്ച് ഡിസ് ചെയ്യുവോ? അല്ല, എന്നെയൊക്കെ ഡിസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു കാഷ്വൽ ക്വസ്റ്റ്യൻ. എന്നെ ഡിസ് ചെയ്യുകയാണെങ്കിൽ മീൻസ് കാര്യമുള്ള കാര്യത്തിനാണെങ്കിൽ പുള്ളിക്കാരൻ പറഞ്ഞ വാലിഡ് പോയിന്റ്സ് ആണെങ്കിൽ ഒന്നീ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. എൻ്റെ തെറ്റാണെങ്കിൽ ഞാൻ അത് അംഗീകരിക്കും. കാരണം ഡിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്താ, നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് തെറ്റായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ അതിനെ ശബ്ദം ഉയർത്തും, നമ്മുടെ വരികളിലൂടെ അത് പ്രകടിപ്പിക്കുന്നത്. അതാണ്, ചിലപ്പോൾ ആയിരിക്കില്ല, ബട്ട് എനിക്ക് തോന്നിയത് അങ്ങനാണെങ്കിൽ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ അത് തീർച്ചയായിട്ടും പറയും. അതേസമയം വെറുതെ ചെറിയാണെങ്കിൽ ഒന്നീ തള്ളിക്കളയും, അല്ലെങ്കിൽ നൈസായിട്ട് കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കും. അത് ആ മൂഡിൽ ഡിപ്പെൻഡ് ആയിട്ടിരിക്കും. ഓക്കെ. സോ ബ്രോ ഇപ്പം ബ്രോന്ന് എന്താ തോന്നുന്നത്? ഹിപ്പ് ഹോപ്പ് ഇൻ കേരള ഈസ് ഹാവിങ് എ സ്ലോ ഗ്രോത്ത്, അങ്ങനെയെല്ലാം തോന്നുന്നുണ്ടോ? കാരണം ഇപ്പം നമ്മൾ നോർത്ത് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഹിപ്പ് ഹോപ്പ് ഗ്രോ ശരിക്കും ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ നമുക്ക് വേണേൽ പറയാം, ഹിപ്പ് ഹോപ്പ് ശരിക്കും നോട്ടീസബിൾ ആയി തുടങ്ങിയ നമ്മുടെ ഒരു എമിവേ ആൻഡ് റഫ്താറിന്റെ ഒരു ഡിസ് വന്നപ്പോഴായിരുന്നു. സോ അപ്പോഴാണ് ആൾക്കാർക്ക് ശരിക്കും മനസ്സിലായ ഹിപ്പ് ഹോപ്പിന് ഇങ്ങനെ ഒരു ഫേസ് ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് ദ റിയൽ ഫേസ് വേർ അവരുടെ റൈമിങ്സ് പൊളിയാണ്, അവരുടെ വേർഡിങ് ആൻഡ് ലൈക്ക് മ്യൂസിക് വാസ് ഡോപ്പ്, ബട്ട് പക്ഷെ അത് ഡിസ് ആയിരുന്നു. അതെ, ആൻസർ പറയാനല്ലേ? ഓക്കെ, ഒപ്പീനിയൻ ചോദിക്കുക. സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ എന്ന് വെച്ച് തന്നെ നടന്നതിൽ ഏറ്റവും വലിയൊരു ഡിസ് എന്ന് വേണേൽ പറയാം. ഒരു ഡിസ് ആ ഒരു ടൈമിൽ കറക്റ്റ് ഞാൻ മേ ബി ഐ തിങ്ക് ഇറ്റ്സ് ദ ഫസ്റ്റ് ഡിസ് ഇപ്പൊ അത്ര ഒരു വൈറൽ ആയി പോയത്. അതെ, ഇതിനു മുമ്പ് ഡിസ് നടന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു വേറെ ലെവല് ഡിസ് ട്രാക്കിനൊക്കെ 100 മില്യന് മേലെ ആയി. അപ്പോൾ നോർത്ത് അതിന്റെ ലെവലൊക്കെ അത് ഓക്കെ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫോർ തമ്പുരാൻ അല്ല, സോറി, ഇബ്നു ബ്രോ. സോ a lot of artists will associate something like smoking weed, drinking alcohol in order to create better art. ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇപ്പം കുറെ പേര് വീട് വലിക്കുന്നതും പിന്നെ കള്ളു കുടിച്ചിട്ട് അവര് പറയും എന്നാലേ എനിക്ക് വൈബ് കിട്ടത്തുള്ളൂ. അപ്പം ബ്രോ എന്താ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം അല്ല ലൈക്ക് അല്ല ബ്രോ പറഞ്ഞു നമുക്ക് വരികൾ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മനുഷ്യന് ഒരു കവിത എഴുതാൻ വേണ്ടി വീട് സ്മോക്ക് ചെയ്യേണ്ട ആവശ്യം അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസംഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഫ്രീഡമാണ്, അവരുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണ്. പക്ഷെ ആർട്ടും ഇതും തമ്മിൽ അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒരു പരിപാടിയുടെ ആവശ്യമില്ല. ഇതും അതും വേറെയാണ്. അതിന് ഇപ്പൊ നമുക്ക് വലിച്ചാലേ വരികൾ വരുള്ളൂ, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അത് ഇതേ. ഓക്കെ. കാരണം നമുക്കിപ്പം നമ്മൾ ഇന്റർനാഷണൽ റാപ്പ് സീനിലേക്കൊക്കെ നോക്കിയാൽ നമ്മൾ കുറെ ആർട്ടിസ്റ്റ്സ് ഉണ്ട്. ഇപ്പം വിസ് ഖലീഫ അങ്ങനത്തെ കുറെ ആർട്ടിസ്റ്റ് ഉണ്ട്. ഇപ്പം അവര് വീട് വലിച്ചാണ് അവര് റാപ്പ് ചെയ്യുന്നത്. അപ്പം ഒരു കൈൻഡ് ഓഫ് ഇമ്പാക്ട് കാണുന്നവർക്കും ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. എനിക്കും ചിലപ്പോൾ ഞാൻ വീട് വലിച്ച അല്ലെ ഞാൻ കള്ളു കുടിച്ച എനിക്കും റാപ്പ് ചെയ്യാൻ പറ്റും. ഒരിക്കലും ഒരാൾക്ക് കള്ളു കുടിച്ചതുകൊണ്ടോ കഞ്ചാവ് വലിച്ചതുകൊണ്ടോ റാപ്പ് ചെയ്യാൻ പറ്റുന്ന ആരും വിചാരിച്ചിട്ട് ആ പരിപാടിക്ക് നിൽക്കണ്ട. അത് വിസ് ഖലീഫ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായ പ്രിക്കോഷൻസും കാര്യങ്ങളും അവരുടെ ഹെൽത്ത് നോക്കിയിട്ടും എല്ലാമാണ് ചെയ്യണത്. മാത്രമല്ല അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. ആ രാജ്യത്ത് അത് ലീഗലാണ്, നമ്മുടെ രാജ്യത്ത് ഇല്ലീഗലാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യുക. ഓക്കെ. ബ്രോ വൺ മോർ ക്വസ്റ്റ്യൻ. ഇപ്പം ബ്രോ റാപ്പിംഗിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ബ്രോ എന്ത് ചെയ്തേനെ? ഐ മീൻ റാപ്പിംഗ് അല്ലാതെ വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? റാപ്പിംഗ് ഇല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും മ്യൂസിക് ബാൻഡിൽ ഡ്രംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തുകൊണ്ട് അങ്ങനെ പോയിട്ടുണ്ടാവും. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പണ്ട് തന്നെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തെങ്കിലും മുന്നോട്ട് റാപ്പ് വന്നതോടെയാണ് അത് വിട്ടത്. അപ്പോൾ അല്ലെങ്കിൽ അതന്നെ നമ്മൾ ക്യാരി ഓൺ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് എല്ലാം കണക്ട് ചെയ്ത് വരാനൊരു ബുദ്ധിമുട്ട് കാരണമാണ് പിന്നീട്
എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു തോട്ട് എത്തിയപ്പോഴാണ് പിന്നെ റാപ്പിലോട്ട് അങ്ങനെ വന്നത്. ഓക്കെ ഓക്കെ. തമ്പുരാൻ ബ്രോ, ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഇപ്പം ബ്രോ ഒരു റാപ്പിംഗ് സീനിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ബ്രോ എന്ത് ചെയ്തേനെ? എന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും? നോർമലി പണ്ടും വെറുതെ ഇരിക്കുമ്പോൾ എഴുതുന്നത് കവിതയായിരുന്നു. ഇപ്പോഴും എഴുതും, വിഷമിക്കുമ്പോഴും അല്ലെങ്കിൽ സന്തോഷം വരുമ്പോൾ എന്തായാലും എഴുതും. അപ്പോൾ മേ ബി കവിത എഴുതിയാൽ, അല്ലെങ്കിൽ പിന്നെ കീബോർഡ് വായിക്കാം, പണ്ട് പോയ പോലെ പോയേനെ. അപ്പം ഇപ്പം ഒരു കവിത പാടി കേൾപ്പിക്കാം. കവിത ഞാൻ എഴുതിയതോ? ഞാൻ എഴുതിയത് എൻ്റെ ഓക്കെ ഞാനങ്ങനെ പാടില്ല, എഴുതിയത് വായിക്കേ ഉള്ളൂ. അതെന്ത്, അതൊരു സുഖമില്ല. അതുകൊണ്ടായിരുന്നു ആർക്കും എൻ്റെ കവിതയോട് ഒരു പുച്ഛം. ഞാൻ എഴുതുന്നൊന്നും ആർക്കും അധികം ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. സോ ബ്രോ ഒരു അഡ്മയർ ചെയ്യുന്ന ഒരു റാപ്പർ ആരായിരിക്കും ബ്രോ? ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു റാപ്പർ? എന്നോടാണോ ചോദിച്ചത് അതോ? അതെ അതെ. എനിക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റാപ്പ് തുടങ്ങിയതേ എന്താ പറയുന്നത്, ചങ്കരൻ എന്നുള്ളൊരു പാട്ട് കേട്ടിട്ടാണ്. അന്നോട്ട് എനിക്ക് നൊമാഡിക് വോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പുള്ളീൻ്റെ എല്ലാ പാട്ടും ഭയങ്കര ഇഷ്ടമാണ്. കുറേ ഡിസ്സൊക്കെ വന്നു, പലർക്കും പല അഭിപ്രായമാണെങ്കിലും എനിക്കെന്തോ അന്നോട്ട് ഇന്ന് വരെയും ആ ഒരു വൈബിലാണ് എനിക്ക് നിൽക്കാൻ താല്പര്യം. ഓക്കെ, നൈസ് നൈസ് നൈസ്. ഇബ്നു ബ്രോന്റെ ഒരു ഫേവറേറ്റ് റാപ്പർ ആരാ? ആക്ച്വലി എല്ലാവർക്കും നമ്മുടെ മലയാളം ഹിപ്പ് ഹോപ്പിൽ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അവരുടേതായ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റൈലുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞില്ല, ഞാൻ RCയുടെ ട്രാക്കുകളാണ് കൂടുതൽ ആദ്യകാലങ്ങളിൽ കേട്ട് മലയാളത്തിൽ കേട്ടോ. ഓക്കെ ഓക്കെ. ലൈക്ക് ഐ ആം എ ഹ്യൂജ് ഫാൻ ഓഫ് റഫ്താർ. ഞാൻ പുള്ളിനെ ശരിക്കും അഡ്മയർ ചെയ്യുന്നുണ്ട്. കാരണം എനിക്കാണ് പറയാം, റാപ്പിനെ കുറിച്ച് ശരിക്കും കുറെ നോളേജ് കിട്ടി ഞാൻ റഫ്താറിന്റെ കുറെ ഇന്റർവ്യൂസ് ആണ് വരുന്നത് ചെറുപ്പം മുതലേ. ലൈക്ക് പുള്ളിന്റെ സ്വാഗ് മീര ദേശി വന്നപ്പോൾ തന്നെ അത്യാവശ്യം ഒരു നല്ല ഹൈപ്പ് ക്രിയേറ്റ് ആയിരുന്നു റാപ്പ് സീനില്. കേട്ടിട്ടുണ്ടോ ബ്രോ തമ്പുരാൻ സ്വാഗ് മീര ദേശി? ഞാൻ മീൻസ് അറിയില്ല, മീൻസ് ഇങ്ങനെ കാണാതെ പാടാൻ അറിയില്ല, ബട്ട് കേട്ടിട്ടുണ്ട്, എല്ലാ പാട്ടും കേൾക്കുന്നതാണ്. തമ്പുരാൻ ബ്രോന്ന് ഹിപ്പ് ഹോപ്പില് വേറെ ഒരു എലിമെന്റ് ഏറ്റവും ഇഷ്ടമുള്ള ഏതാ? ബീറ്റ് ബോക്സിങ്. ഞാൻ റാപ്പ് ചെയ്യുന്നതിന് മുമ്പും പണ്ട് ബീറ്റ് ബോക്സിങ് ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ചുമ്മാ ഓരോന്നൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അന്ന് ആഗ്രഹം ഭയങ്കര ബീറ്റ് ബോക്സർ ആവണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പിന്നെ ഇതിൽ വന്ന് പോയതാണ്. So Ibnu bro, do you have a vision where you are taking things? എന്ന് വെച്ചാൽ ഇപ്പം ബ്രോ ഇപ്പം റാപ്പ് സീനിലേക്ക് വന്നല്ലോ, അപ്പം ബ്രോന്ന് എന്തെങ്കിലും ബ്രോന്റെ ആയിട്ടുള്ള ഒരു സ്റ്റൈലുണ്ടോ റാപ്പിംഗിലേക്ക്? ആക്ച്വലി ഞാൻ ഒരേ സ്റ്റൈലിലുള്ള ട്രാക്സ് ചെയ്തു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ അടുത്തൊരു ട്രാക്ക് വരുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഒരു വെറൈറ്റി കൈൻഡാണ്, ഒരു കോമിക് പ്ലസ് ഒരു സ്ലോ ഹിപ്പ് ഹോപ്പ് വൈബാണ് പിടിക്കാൻ നോക്കിയേക്കണം. അപ്പോൾ ഓരോ ട്രാക്കിലും അതിൻ്റെതായ വെറൈറ്റീസ് ഉണ്ടാവും. ഒരേ ഒരു ഫ്ലോയിൽ പോകാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇതുവരെ കണ്ടതിന് വ്യത്യാസമായിരിക്കും അടുത്തത്, ഇന്ന് വ്യത്യാസമായിരിക്കും അടുത്തത്, അങ്ങനെ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം. ബാക്കി ഓക്കെ ഓക്കെ ഓക്കെ. നൈസ് നൈസ്. സോ ബ്രോന്നിപ്പം ഒരു പെർഫോം ചെയ്യാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം കിട്ടിയെന്ന് വെച്ചാൽ ബ്രോ ഏത് പാട്ടായിരിക്കും ഏറ്റവും ആദ്യം പാടുന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പം എൻ്റെ മനസ്സിൽ എന്നെ ഒരു റാപ്പ് എന്ന രീതിയിൽ കുറച്ച് പേരെ അറിഞ്ഞത് തലതിരിഞ്ഞവൻ എഴുതിയപ്പോഴാണ്. ആ ഒരു സമയത്ത് അങ്ങനെ ഇരുന്ന് എഴുതിയതാണ്. അപ്പോൾ അതന്നെയായിരിക്കും ഞാൻ കൂടുതൽ ചൂസ് ചെയ്യുക. പിന്നെ അത് ഓഡിയൻസിൻ്റെ ആ ഒരു വൈബ് പോലെ ഇരിക്കും. നമ്മളിപ്പോൾ പാടേണ്ട സ്ഥലത്ത് പാടേണ്ട സാധനം പാടണമല്ലോ. സോ മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫോർ തമ്പുരാൻ. ബ്രോ കുളിക്കാൻ നേരത്തൊക്കെ പാടാറുണ്ടോ? കാരണം ഞാൻ കുറെ ഇന്റർവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പം അവർ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവരോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, ലിറിക്സ് ഒക്കെ എവിടെ നിന്നാണ് കൂടുതൽ ഐഡിയ കിട്ടുന്നത്. സോ മോസ്റ്റ് ഓഫ് ദം കോമൺ ഒരു ആൻസർ പറയുന്നത് കുളിക്കാൻ നേരം അല്ലെ കക്കൂസിലിരിക്കും.
സത്യം പറയാലോ ബ്രോ, എൻ്റെ പല പകുതി പാട്ടും ഞാൻ എൻ്റെ നോർമൽ നടക്കുന്ന ഇങ്ങനെയാണ്. ഞാൻ ബാത്റൂമിൽ വെച്ച് എനിക്ക് നല്ല നല്ല ലിറിക്സ് കിട്ടുന്നത് ടോയ്ലറ്റിൽ പോകുമ്പോഴാണ്. ഞാൻ ഇപ്പോൾ എപ്പോൾ കയറിയാലും വാഷിംഗ് മെഷീൻ്റെ മണ്ടയ്ക്ക് ഒരു ബുക്കും പേനയും വെച്ചിട്ട് എൻ്റെ ബ്രദറിനോട് പറയും എഴുതാൻ. അങ്ങനെ കൂടുതൽ എൻ്റെ ഏതാ പറയുക പനാച്ചയാണ്ടിനകത്തെ ലിറിക്സും കുറേയൊക്കെ അങ്ങനെ കിട്ടിയതാണ്. ടോയ്ലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അത് നമ്മൾ വിചാരിക്കുന്ന ഒരു സ്പേസ് അല്ല, അത് അവിടെ വേറെ വൈബാണ് പാട്ടൊക്കെ എഴുതാൻ. സോ ബ്രോ, അടുത്ത ക്വസ്റ്റ്യൻ തമ്പുരാന് വേണ്ടി തന്നെ. ഇഫ് യു കുഡ് ഗോ ഓപ്പൺ എ ഷോ ഫോർ എനി ആർട്ടിസ്റ്റ്, ഹു ഇറ്റ് വുഡ് ബി? അങ്ങനെ ചോദിച്ചാൽ അത് നൊമാഡിക് വോയിസ്. നൊമാഡിക് വോയിസ്. ഓക്കെ, നൈസ് നൈസ്. അതെന്താ ഇപ്പം നൊമാഡിക് വോയിസ് ആയിട്ട് തന്നെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടോ അങ്ങനെ? കാരണം എനിക്ക് പണ്ടൊട്ടേ ഞാൻ ഒരിക്കലും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എനിക്ക് ഫെജോ ചേട്ടൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് മലയാളം റാപ്പ് കേൾക്കണതേ ഫെജോ എന്നൊരു ടൈറ്റിലാണ് മലയാളം റാപ്പ് കേൾക്കണത്. അത് കഴിഞ്ഞ് ഞാൻ റാപ്പ് എഴുതാൻ തുടങ്ങിയത് നൊമാഡിക് വോയിസ് എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ്. അത് കഴിഞ്ഞ് എങ്ങനെയോ പുള്ളീൻ്റെ ട്രാക്കിൽ എനിക്കൊരു ചാൻസ് കിട്ടാന്നൊക്കെ വെച്ചാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നതിന് മേലെയായിരുന്നു. എനിക്കിപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ചെയ്തു എന്ന്. എനിക്കിപ്പോഴും നൊമാഡിക്കിൻ്റെ ഒരു കട്ട ഫാനാണ് ഞാൻ. പുള്ളീൻ്റെ എല്ലാ ട്രാക്സും ഇരുന്ന് കേൾക്കും, ആ ഒരു ഇത് കാരണം. സോ ഇബ്നു ബ്രോ, സെയിം ക്വസ്റ്റ്യൻ. ബ്രോന്നിപ്പം ഒരു ഓപ്ഷൻ തരുക, അല്ലെ ഈ ഒരു പർട്ടിക്കുലർ റാപ്പർ ആയിട്ട് എന്താ സ്റ്റേജിൽ പെർഫോം ചെയ്യാം, അപ്പം ബ്രോ ആരുമായിട്ടായിരിക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അല്ല, ഇഷ്ടമുള്ള എല്ലാ റാപ്പേഴ്സിനും വേണ പേര് പറഞ്ഞോ. വേടൻ, ഫെജോ, എല്ലാ തിരുമാലി. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മള് നോർത്ത് സൈഡ് റാപ്പേഴ്സിൽ നോക്കുവാണല്ലോ. എമിവേ, റഫ്താർ ഭായ്, അങ്ങനെ കുറെ റഫ്താർ, എമിവേ അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും കൂടുതലും. പിന്നെ നോർത്തിൽ നിന്ന് അവർ രണ്ടുപേരായിരിക്കും. ഓൾ ഓവർ ഇന്ത്യ കുറേ പേരോട് നമുക്ക് അതാണ്. അപ്പം എല്ലാവരെയും കണക്ട് ചെയ്തെടുക്കാൻ പാടാണ്. ഞാൻ ഈ പറഞ്ഞ പേര് ഇല്ല, ഞാൻ പാർസിനെ പറഞ്ഞില്ലല്ലോ, അത്രേ ഉള്ളൂ. അത് കുറേ പേര് നമുക്ക് ഇതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ബ്രോനോട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇഗ്നു ബ്രോ. സോ ബ്രോ, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് സീൻ ദാറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ കേരള ഹിപ്പ് ഹോപ്പ് ആൻഡ് പാർട്ട് യു ഡോണ്ട് ലൈക്ക്? ഇപ്പം നമ്മൾ നാട്ടിലിപ്പം ഹിപ്പ് ഹോപ്പ് സീൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്രോന് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യം എന്തുവാ, പിന്നെ അത് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം? നാട്ടിൽ ഹിപ്പ് ഹോപ്പ് സീനിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ ഉണ്ട്. അതായത് ഞാൻ ഒരു വർഷം കൊണ്ട് തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടുള്ളൂ. അപ്പം തന്നെ നമുക്ക് മാറ്റങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പിടിക്കാത്ത കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തമ്മിൽ എന്തിനാണ് ഈ പ്രശ്നം? ചുമ്മാ എല്ലാവരെയും കണക്ഷൻ വിട്ട് എല്ലാവരെയും സ്നേഹിച്ച് അങ്ങനെ പോയാൽ മതി. അതല്ലാതെ ഈ ഉള്ളിൽ കൂടെയുള്ള ഈ പരിപാടികളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നൈസായിരിക്കും. സോ തമ്പുരാൻ സെയിം ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ തന്നെ വന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ആൾക്കാർ, ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും യൂട്യൂബിൽ സെർച്ച് ചെയ്യും മലയാളം റാപ്പ് ഇന്ന് ഇറങ്ങിയത് ഏതാണെന്ന് കരുതി അങ്ങനെ തപ്പിപ്പിടിച്ചു പോയി കാണുന്ന ഒരു ആളാണ് ഞാൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ പണ്ടിറങ്ങിയിരുന്നതിനേക്കാളും കൂടുതൽ ഒരു ദിവസം 4-5 റാപ്പൊക്കെയാണ് വരുന്നത്. കുറേ ആർട്ടിസ്റ്റ് വരുന്നുണ്ട്. അതും വെറുതെ ഉള്ള ട്രാക്കൊന്നുമില്ല, നല്ല സെറ്റ് സാധനം. അതൊരു ബിഗിനറിന് തന്നെ ഇത്രയും നല്ല ക്വാളിറ്റിയിൽ ഇറക്കുന്ന ട്രാക്സ് കേട്ട് കഴിഞ്ഞാൽ ഞാൻ പോലും ചിന്തിച്ചു ഒരു ഫസ്റ്റ് ട്രാക്ക് തന്നെ ഇത്രയും പൊളിയായിട്ട് ഇറക്കുന്നു. അപ്പോൾ അതൊരു വലിയ നല്ല കാര്യമാണ് അവർക്കപ്പോൾ. അതൊരു വാല്യൂ അവർ കൊടുക്കുന്നുണ്ടാവും. ഞാനൊരു ട്രാക്ക് ചെയ്യുമ്പോൾ ഇത്രയും നന്നായിട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റ് അങ്ങനെ കഷ്ടപ്പെട്ടാണെങ്കിലും സാധനം നല്ല ലെവലായിട്ട് ഇറക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു ഇഷ്ടമുള്ള കാര്യമാണ്. ഇനി ഇഷ്ടമല്ലാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇബ്നു ബ്രോ പറഞ്ഞ പോലെ തന്നെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ. സോ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇബ്നു ബ്രോനോടാണ്. ഇപ്പം ബ്രോ, നമുക്ക് റാപ്പിൽ തന്നെ നമുക്ക് പല എലിമെന്റ്സ് ഉണ്ട്. ഇപ്പം സബ്ലിമിനൽ റാപ്പിംഗ് ഉണ്ട്. നമുക്കിപ്പം ഒരാൾ ഡിസ് ചെയ്യണമെങ്കിൽ
നമുക്ക് പേരെടുക്കാതെ തന്നെ നമുക്ക് റാപ്പ് ഇത് ചെയ്യാം, ഡിസ് ചെയ്യാം. അങ്ങനത്തെ എലിമെന്റ്സ് ഒന്ന് ബ്രോ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ജസ്റ്റ്. ആക്ച്വലി ഞാൻ ഈ ഡിസിൻ്റെ അതിൻ്റെ കാര്യങ്ങളിലോട്ടോ അധികം കിടക്കാറില്ല. ഞാൻ റാപ്പ് ചെയ്യണത് എപ്പോഴും എൻ്റെ കാര്യങ്ങൾ, എനിക്ക് ഈ നാടിനോട് തോന്നുന്ന കാര്യങ്ങൾ പറയാൻ. ഇപ്പോൾ എന്നോട് ഒരാൾ ഡിസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അയാളെ തിരിച്ച് ഡിസ് ചെയ്യുമ്പോൾ ഒരിക്കലും അയാളുടെ നെയിം വെച്ചിട്ടോ, കാരണം ഞാൻ എൻ്റെ ട്രാക്കുകൾ നമ്മൾ ഒന്നാമത് വളരെ ചുരുക്കം ട്രാക്കുകളാണ് ഇറക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഡിസ്സിന് കൊടുക്കാനുള്ളൊരു ഇതില്ല, പക്ഷെ അത്രയും നിർബന്ധിതനായ ഡിസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ആ അവസ്ഥയ്ക്ക് അനുസരിച്ചായിരിക്കും ചെയ്യുക. അപ്പോഴത്തെ ഇതായിരിക്കും പറയാൻ പറ്റില്ല. ഇപ്പം നമ്മള് ഡിസിന്റെ വേറെ ഒരു സൈഡ് നോക്കി അത് വേണമെന്നൊക്കെ പറയുന്നത് ഒരു നല്ല കാര്യമാണ്. നല്ല കാര്യം ഇൻ ദ സെൻസ്, ഇപ്പം നമ്മൾ ഇഫ് യു ആർ ഗെറ്റിംഗ് ഇൻ ടു എ ബീഫ്, അത് സാധാരണ അടി ഇടി വെട്ടുകുത്ത അങ്ങനെയാണ് മാറുന്നത്. നമ്മൾ പക്ഷെ ഇപ്പം ഒരാളെ ഡിസ് ചെയ്യുവാണെങ്കിൽ ത്രൂ എ സോങ് അല്ലെ എന്തെങ്കിലും ആൽബം അങ്ങനെ നമ്മൾ ഡിസ് ചെയ്യുവാണെങ്കിൽ അത് അതോടെ തീരും. നമുക്ക് ഫിസിക്കലി ഒരു ഡാമേജ് വരുന്നില്ല. സോ അത് മാത്രമല്ല, നമുക്ക് പുതിയ പുതിയ പാട്ട് ഇറങ്ങും. ഡിസാണെങ്കിലും ഇറ്റ്സ് എ സോങ്. സോ ബ്രോ അതിന് എങ്ങനെ ഒരു ബ്രോന്റെ ഒപ്പീനിയൻ എന്തുവാ? എന്തായാലും അതൊരു ആർട്ടാണല്ലോ. ഇപ്പൊ നമ്മൾ ഒരാളെ കത്തിയെടുത്ത് കുത്തണേനേക്കാള് എന്തുകൊണ്ടും നല്ലത് അയാളെ പറഞ്ഞ് അയാളുടെ അടുത്ത് പറയാനുള്ളത് അയാളുടെ മുഖത്ത് നോക്കി ഒരു ആർട്ട് ഫോമിലൂടെ ഒരു കലയിലൂടെ പറയണത് തന്നെയാണോ നല്ലത്? കൊലേനേക്കാളും നല്ലത് കലയാണല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. അതങ്ങനെ പോട്ടെ, അതായിരിക്കും നല്ലത്. So bro, in terms of where you want to reach in your career, if that is on a 10 on 10 point, where you are right now? തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു 10-ലൊരു 2, 1.5 ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. തുടങ്ങിയിട്ടേ ഉള്ളൂ. Okay, like അപ്പോൾ ഇപ്പം ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ്. നമ്മള് ചെറിയ ചെറിയ സ്റ്റെപ്പ് അല്ല, ഫെജോ ചേട്ടൻ്റെ കൂടെ ഇപ്പം എത്തിയില്ലേ, അതൊരു ഇതാണ്. അപ്പം അങ്ങനെ നമ്മൾ എവിടേക്ക് എത്തും? എപ്പോഴും നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണണമല്ലോ. യെസ്, ട്രൂ ട്രൂ ട്രൂ. തമരാൻ ബ്രോ, സെയിം ക്വസ്റ്റ്യൻ. ഇപ്പം ബ്രോ എന്നൊരു 10 out of 10 സ്കെയിലിൽ നിന്ന് റേറ്റ് ചെയ്യും. അതായത് എൻ്റെ ആഗ്രഹങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ ഞാനിപ്പോൾ 0.0005 നിൽക്കണേ. അതിച്ചിരി കൂടി പോയില്ലോ. അതെന്താ അത്ര അങ്ങനെ വിചാരിക്കുന്നത്? കാരണം നമ്മൾ അതായത് ഒരു കുട്ടി, ഒരു LKG പഠിക്കുന്ന കുട്ടി ഒരു വലിയ ലൈബ്രറിയിൽ കയറിയ അവസ്ഥയാണ്. ഒരു ചെറിയ കഥപുസ്തകം പോലും വായിച്ച് തീർന്നിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അല്ല ബ്രോന്ന് ഇപ്പൊ ഇത്ര യങ് ഏജില്, ഇപ്പം ബ്രോന്റെ ഏജ് 16-17 ആണ്. സോ ഈ ഏജില് എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന്, നൊമാഡിക് വോയിസ്, പിന്നെ നമുക്ക് ഫെജോ ബ്രോ, ഇവരുമായിട്ടൊക്കെ കൊളാബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന്. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. അത് സത്യമാണ്. അതെ അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ സത്യം ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ്. ബട്ട് സ്റ്റിൽ എന്തായാലും തുടക്കമല്ലേ, അപ്പോൾ ഒരുപാട് തുടക്കത്തിൽ വരേണ്ട മിസ്റ്റേക്ക് എല്ലാം എന്നിലുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റിയെടുത്ത് അതെല്ലാം മാറ്റിയിട്ട് ഒരു ട്രാക്ക് ഇറക്കണം ആ ഒരു ലെവലിലേക്ക്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോഴും ട്രൈ ചെയ്യാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ജസ്റ്റ് ഒരു ബിഗിനിങ് ആയതേ ഉള്ളൂ. 10ന്റെ സ്കെയിലിൽ നിന്ന് ബ്രോനെ ഏത് ഇത് ചെയ്യും, റേറ്റ് ചെയ്യും? 0.5 തന്നെ ആയിരിക്കും, കാരണം ജസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടല്ലേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം മുന്നോട്ട് ഒരു ബാങ്ങറായി മാറാനാണോ? കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അതിന് വേണ്ട ഫെസിലിറ്റീസ് എല്ലാം കുറവാണ്. ബട്ട് സ്റ്റിൽ അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിൽ ഒരു ട്രാക്ക് ഇറക്കാനൊക്കെ ഭയങ്കര ടഫാണെങ്കിലും 2 മാസം കൂടി ഇരിക്കുമ്പോഴെങ്കിലും ഒരു ട്രാക്ക് വെച്ച് ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ മാക്സിമം അതിന് ട്രൈ ചെയ്യും. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ടൊരു ബിസി. Ibnu bro, when you are 80 years old, in which way you like to be recognized as? ഇപ്പം ബ്രോ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് ഒരു 80 years ആയെന്ന് വെച്ചോ, അപ്പം ബ്രോ എങ്ങനെയായിരിക്കും റെക്കഗ്നൈസ്ഡ് ആവാൻ വിഷ് ചെയ്യുന്നത് അല്ലെ വിചാരിക്കുന്നത്? ആസ് എ ആർട്ടിസ്റ്റ് ഓർ ആസ് എ റാപ്പർ ഓർ ലൈക്ക് എ നോർമൽ പേഴ്സൺ, ലൈക്ക് എ കോമൺ മാൻ? ഇബ്നു ഒന്നാമത് 80 വയസ്സ് വരെയുള്ള ഒരു ഇത് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല ഇതുവരെ. അത്രയും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. സോ അങ്ങനെ ഇനിയിപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ലാസ്റ്റ് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബ്രോ, വാട്ട് വുഡ് ബി ദ 5 advices that you would like to give to the upcoming generation? റാപ്പ് സീനിലേക്ക് വരുന്ന ജനറേഷന് ബ്രോ എന്തായിരിക്കും 5 advices കൊടുക്കാൻ വിചാരിക്കുന്നത്?
അഡ്വൈസസ് കൊടുക്കാൻ നമ്മളാളല്ല. എങ്കിലും പലരും ഇപ്പോൾ റാപ്പിനെ ആ കൾച്ചറിനെ അതേപോലെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. റാപ്പ് എന്ന് പറയുന്ന സംഭവം അതെന്തിനാണോ അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുക. മാത്രമല്ല നമ്മൾ ഓഫ് കോഴ്സ് വെറൈറ്റി ട്രൈ ചെയ്യണം. എന്നാൽ പോലും അതിൻ്റെ ഉള്ളിൽ കണ്ടന്റ് നമുക്ക് നമ്മുടെ നാടിനോ അല്ലെങ്കിൽ ആ റാപ്പ് എന്ന് എന്താണോ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വേണം. എല്ലാ ട്രാക്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ലതിന് വേണ്ടി പറയണം. ആ ഒരു ഉദ്ദേശത്തോടെ ഇറക്കുക. അത്രേ ഉള്ളൂ. 5 അഡ്വൈസസ് ഒന്നും കൊടുക്കാനില്ല. അത്രേ ഉള്ളൂ, എനിക്ക് അത്രേ പറയാനുള്ളൂ. So, Thamran bro, same question goes for you. ബ്രോ അങ്ങനെ സജഷൻ പറയാനും അല്ലെ ഒരു അഡ്വൈസ് കൊടുക്കാനൊന്നും പറ്റില്ല. ബട്ട് എനിക്ക് തോന്നി ഞാൻ ഇത്ര നല്ല റാപ്പൊക്കെ ചെയ്തതിൽ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് ഇടാതെ, മീൻസ് നമ്മളിപ്പം എഴുതുന്നതാണെങ്കിൽ അത് എഴുതിക്കൊണ്ടിരുന്നു. അതിപ്പോൾ ഒരു ട്രാക്ക് ഇറങ്ങിയില്ലെങ്കിൽ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇറങ്ങിയില്ലെങ്കിൽ ആ സമയത്ത് ഇരുന്ന് നല്ല നല്ല വർക്കുകൾ ചെയ്ത് ഒരു ടൈം ആകുമ്പോൾ അത് ഇറങ്ങേണ്ട സമയമാകുമ്പോൾ ഇറങ്ങും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചടച്ചിരിക്കാൻ പാടില്ല. മീൻസ് എനിക്ക് പറ്റില്ല എന്നൊന്നും പറഞ്ഞിരിക്കരുത്. പിന്നെ ബാക്കി നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞുണ്ടല്ലോ, ആദ്യ സ്റ്റെപ്പ് എടുത്തൊക്കെ ഭയങ്കര പാടായിരിക്കും. ബട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കാണും. ഞാൻ തന്നെ ഫസ്റ്റ് റാപ്പ് ഫോണിൽ റെക്കോർഡ് ചെയ്തു. പിന്നീട് എനിക്ക് ആ ഒരു റാപ്പ് കണ്ട് തന്നെ കുറേ പേര്, ഈവൻ ബ്രോ പോലും എന്നെ അറിഞ്ഞത് ആ ഒരു സംഭവത്തിന് ശേഷമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിരികൊളുത്തി വിട്ടാൽ മതി, ബാക്കിയൊക്കെ പൊട്ടേണ്ടത് പൊട്ടിക്കോളും. Okay, like one incident എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ലൈക്ക് when I was in 12th ടീച്ചേഴ്സ് ഡേന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. സോ അന്ന് ഞാൻ ക്ലാസ് ചെല്ലുമ്പം ഞാൻ നോക്കുമ്പോൾ തമ്പുരാൻ ഒരു മൂലയ്ക്ക് മാറിയിരിക്കുക. സോ ലൈക്ക് ദാറ്റ് ടൈം ഐ തോട്ട് ഇവൻ എന്ത് പയ്യന, ഇവൻ ഇങ്ങനെ സൈലന്റ് ആയിരിക്കുക. ആൻഡ് ലൈക്ക് ആ സമയത്ത് എല്ലാവരും എൻജോയ് ചെയ്യായിരുന്നു, ടേബിളെ കൊട്ടി പാട്ട് പാടി. പെട്ടെന്ന് തമ്പുരാൻ വന്ന് ഹീസ് ലൈക്ക് എല്ലാവരും അങ്ങോട്ട് മാറ് എന്നിട്ട് ബ്രോ ഫുൾ പവറിൽ കയറി ടേബിളെ കൊട്ടി. അത് വേറെ ഒരു വൈബായിരുന്നല്ലോ. ഓ മാൻ, അത് ടീച്ചേഴ്സ്, എൻ്റെ അമ്മോ അതൊക്കെ എന്നാ സംഭവം. എനിക്കപ്പോഴും അറിയായിരുന്നു ബ്രോനെ. പിന്നീട് നമ്മൾ സംസാരിക്കുന്ന എൻ്റെ റാപ്പ് റിലീസായി, മീൻസ് ആ ഇൻസ്റ്റയിൽ ഇട്ട് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നല്ലേ? അതെ അതെ. ഇപ്പം അത് കഴിഞ്ഞ് ഞാൻ ശരിക്കും ബ്രോനെ മറ്റേ റാപ്പ് ഇൻസ്റ്റയില് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ ബ്രോനെ അപ്രോച്ച് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു നമുക്ക് 0 ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പം അങ്ങനെയായിരുന്നു നമ്മുടെ ആദ്യത്തെ പാട്ട്. അതെ അതെ, മുഖങ്ങൾ 0 ബഡ്ജറ്റിൽ ഇറക്കിയത്. മുഖങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കറക്റ്റ് എക്സാമ്പിൾ കിട്ടി. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. നമ്മുടെ ഒരു ഫോണാണെങ്കിൽ നമുക്ക് നമ്മൾ എഴുതിയ സാധനം സെറ്റാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് ഇടുക. ബാക്കി അത് ആൾക്കാർ വിലയിരുത്തും. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് പിന്നെ വേണ്ടതൊക്കെ കിട്ടിക്കോളും. ബ്രോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ബ്രോന് ഉണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ? അപ്കമിങ് ട്രാക്കിനെ കുറിച്ചോ അല്ലേ അങ്ങനെ എന്തെങ്കിലും? നമ്മുടെ ഉരുണ്ടതല്ലേ വരുന്നുണ്ട്. അപ്പോൾ പതിവ് പോലെ ഒരു ചറപറ ലിറിക്കൽ ഐറ്റം ആയിരിക്കില്ല, കുറച്ച് വെറൈറ്റി ആണ് ട്രൈ ചെയ്യണേ. അപ്പോൾ കുറേ പേരെ എന്നോട് പറയണോ, നിനക്ക് എന്തായാലും എല്ലാവരും പറയുന്നുണ്ട് നിനക്ക് മനുഷ്യർക്ക് മനസ്സിലാവണ പോലെ എന്തെങ്കിലും ചെയ്തുകൂടെയെന്ന്. അപ്പോൾ ഒരെണ്ണം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ വേറെ അത് ഇതിൽ മാത്രം പ്രതീക്ഷിച്ചാൽ മതി, എല്ലാത്തിലും അതിൻ്റെതായ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഉരുണ്ടതല്ലേ വരും, വൈകാതെ വരും. എൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്, അടുത്ത വർക്കിലാണ്. ഓക്കെ, നൈസ് നൈസ് നൈസ്. സോ തമ്പ്രാൻ ബ്രോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ? എന്താ പറയുക, ഇങ്ങനൊരു അവസരം തന്നതിൽ ബ്രോയിനോട് വളരെ നന്ദിയുണ്ട്. അപ്പം ആദ്യമായിട്ടാണ് ഒരു ലൈഫിലൊരു ഇൻ്റർവ്യൂ പോലെ എന്തെങ്കിലും വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. സെയിം ബ്രോ, സെയിം. ലൈക്ക് എനിക്കിത് ചെയ്യണമെന്ന് അത്യാവശ്യം കുറേ നാളായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത കാരണം ഇപ്പോഴാണ് എനിക്ക് തന്നെ അവസരം കിട്ടിയത്. സോ thanking you once again to making me contact with Ibnu bro. ഇനിയും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവട്ടെ, ഒരു ഫേമസ് ഇന്റർവ്യൂവർ ആവട്ടെ അല്ലേ, ഒരു ഭാവി ജോൺ ബ്രിട്ടാസ് ആവട്ടെ, സീനാക്കട്ടെ. ഇനിയിപ്പം നമുക്ക് നമ്മുടെ അടുത്ത എപ്പിസോഡിൽ അപ്പം കാവോ ബ്രോ കാണും. പിന്നെ ഇനിയിപ്പം നമ്മുടെ മുഷ്ടി ബ്രോ കാണും, MC മുഷ്ടി. കാവ് ബ്രോ പിന്നെ മാംഗ്ലൂർ ആയതുകൊണ്ടാണ് ഇപ്പം സമയമില്ല. ഞാൻ ഇപ്പം നമുക്ക് 4 പേർക്ക് ഒരുമിച്ച് ചെയ്യാൻ ഇച്ചിരി കൂടെ ഫണ്ണായേനെ. ബട്ട് കുഴപ്പമില്ല, ഫ്യൂച്ചറിൽ എന്തെങ്കിലും നമുക്ക് ഒന്നും കൂടി ഇത് ചെയ്യാം.
പേഴ്സണലി മീറ്റ് ചെയ്ത്. ഉറപ്പായിട്ടും കുറച്ച് സ്റ്റോറേജ് ഉള്ള ഫോണും ഞാൻ സെറ്റാക്കാം. സെറ്റ്. സോ താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് മീ. താങ്ക് യു മച്ചാനെ, ഇങ്ങനെ ഒരു അവസരം തന്നതിന് തന്നെ നിങ്ങൾക്ക് വലിയൊരു നന്ദി. ശരി എന്നാ ബ്രോ, ബൈ.